ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമ്മൂസ്. നമുക്കിന്ന് പറമ്പിൽ പോയിട്ടൊരു ചക്ക കിട്ടാലോ. അപ്പോൾ കുറച്ച് പോത്തിറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യുള്ള പോത്തിറച്ചിയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ചക്കയൊക്കെ വെട്ടിപ്പറിച്ചിടാം. അപ്പോൾ നമുക്ക് ചക്ക ഇടാൻ പറമ്പിലേക്കൊക്കെ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് എന്നാലും തന്നെ നമുക്ക് തുടരെ വ്ളോഗൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. വാ നമുക്ക് ചക്ക ഇടാൻ പോവാം. ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ബീഫും ചക്കയും കൂടിയിട്ട് കൂട്ടാൻ വെച്ച് നോക്കാൻ കഴിയുന്നുണ്ട്. ബീഫ് ചക്ക റോസ്റ്റ് അല്ലേ? നമുക്ക് ചക്ക ഇടാൻ പോവാലോ. ചക്ക ഇടാൻ പോവാലോ അല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടാ. എൻ്റെ പുതിയ കൃഷി തക്കാളി തൈകൾ 2 ദിവസം മുന്നേ ഇതിന് തടയെടുക്കലും വല കെട്ടലൊക്കെ ആയിരുന്നു. അയ്യോ ചക്ക ഇപ്പിട്ട് കഴിയും. ആ 2 എണ്ണം നിൽക്കണതിൽ മൂത്തതല്ലേ? ഞാൻ മാറിക്കട്ടെടാ, ഒരു മിനിറ്റ്. മരങ്ങൾ ഇങ്ങനെ നിൽക്കണേ നല്ല ഇരുട്ടാ പറമ്പിൽ. ഇതിന് ഭയങ്കര ഒരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് നല്ലതാണോന്ന് അറിയില്ല, എന്നാലും ഇത് ഇട്ട് നോക്കിയതാ. ഇനി നല്ലത് കിട്ടോ? മൂത്തതില്ലേ? ഒന്നും കാണാനില്ല അല്ലേ? ഭയങ്കര ഇരുട്ടാണ്. ജാതി അടുത്ത് നിൽക്കണ കാരണം ഇരുട്ട് കൂടി. ഞാൻ തോട്ടി പോണണ്ട, അവിടെയാണ് കേട്ടോ ചക്ക. 2 എണ്ണം ഒരെണ്ണത്തിൽ ഒരു ഇതും വേണോ? 2 കൂടി പോരോ? ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇവിടെ അമ്മയ്ക്ക് മാത്രം ഇഷ്ടമുള്ള കേട്ടോ. പഴച്ചക്കയില്ല ഇങ്ങനെ നൂല് പോലെ ആവണത്, അതാണ് കേട്ടോ. ബാക്കി ആർക്കും പഴുത്തത് ഇഷ്ടമല്ല. കറി വയ്ക്കുക, ഉപ്പേരി വയ്ക്കുക, ബീഫിലിടേ, അതിനൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അമ്മേ ഈശോ ചേട്ടൻ്റെ അടുത്തേക്കിട്ടോ. എൻ്റെ അമ്മേ അടുത്തേക്ക് വീണ 2 എണ്ണം വീണൂലേ? അയ്യോ മൂത്തുണ്ടാവില്ല കേട്ടോ. പറഞ്ഞോ എന്താ എന്താ മൂത്തുണ്ടെന്നുണ്ട് കണ്ടിട്ട്. അത് കാര്യമില്ല, അത് തീരെ മൂത്തുണ്ടാവില്ല. അത് 2 ഒരു ഞെട്ടിലെന്ന് പറഞ്ഞല്ലേ? നല്ല വലിപ്പമുണ്ട്. ഇത് ഞാനെടുക്കാം. ആമിയെ ചക്ക കണ്ട? ചക്ക ഇത് മറ്റേ കൂട്ടാൻ വയ്ക്കണ പ്രായല്ലേ? എന്നാലും മൂപ്പായിണ്ട്. അത് പോരാ, അത് വെട്ടണ്ട. ഇത് നല്ല മൂപ്പായിണ്ടോ? നോക്കണ്ട, ഇത് പിന്നെ വെളുത്തന്നെ ഇരിക്കുള്ളൂ. മഞ്ഞ കളറില്ലാത്തതാ. പക്ഷെ കുറച്ചുകൊണ്ട് ഉണ്ട് തോന്നുന്നു മൂപ്പാവാൻ. കുരു കണ്ടറിയാം.
ഓക്കെ, അത്ര ആയിട്ടുള്ളൂ അല്ലേ? ഏയ് തെറിച്ച മുപ്പൊന്നും പറയാനില്ല അല്ലേ? പോളയുണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ജോജിച്ചേട്ടൻ 2 കഷ്ണമൊക്കെ ആക്കി വെച്ച് തന്നിട്ട് പോയിട്ടാ. പിന്നെ ഞാനും ചക്കയും കൂടി ഭയങ്കര യുദ്ധമായിരുന്നു. അതിനെ വെട്ടിപ്പറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നല്ല മൂപ്പാവാത്ത കാരണേ. അപ്പോൾ അതിനെ വെട്ടിപ്പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ വറക്കുമ്പോഴൊക്കെ ബാലൻസ് വരുന്ന എണ്ണയിലെ വെളിച്ചെണ്ണ അതൊരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചക്കയൊക്കെ നന്നാക്കുമ്പോൾ കത്തിയുമെന്നൊക്കെ അതിൻ്റെ മുളഞ്ഞിന്ന് പറയാം നമ്മളിവിടെ, അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ പഴയ വെളിച്ചെണ്ണ തേക്കുക. അപ്പോൾ ഈ ബീഫ് 1 കിലോ എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചക്ക അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ചും കൂടി അരിയാനുണ്ട് കേട്ടോ. അപ്പം അമ്മ ബാക്കിയുള്ളത് അരിഞ്ഞൊക്കെ തരാം. അപ്പോൾ അതൊരു ഉപ്പേരിക്ക് സെറ്റ് ചെയ്യാമല്ലോ നമുക്ക്. അമ്മ പിന്നെ ബീഫിലിട്ട ചക്കയൊന്നും കഴിക്കില്ല. അപ്പോൾ നമ്മുടെ ചക്കയല്ല ബീഫ് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാല ഇട്ടിട്ട് ബീഫ് നമ്മൾ വ്ളോഗിലൊക്കെ കാണിക്കാറില്ല, അതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാറില്ല. കഴുകി വാരിയ വെള്ളത്തിൽ തന്നെ ബീഫ് വാരി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആമിക്കുട്ടികളത് മാറ്റി വെച്ചതാണ് കേട്ടോ, എരിവില്ലാണ്ട്. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ അല്ലേ, ചെറിയ ഉണ്ണികളുണ്ടെങ്കിൽ എരിവില്ലാത്തൊക്കെ എടുത്ത് വയ്ക്കില്ലേ. അപ്പോൾ ഞാനും അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുക്കർ നിറച്ച് നമുക്ക് ചക്കിട്ട് കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ അതൊരു അരഭാഗത്തോളം ആവുമല്ലോ. അപ്പം ചക്ക അരിഞ്ഞത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുക്കറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പോത്തിറച്ചിയുടെ നമ്മുടെ ബീഫിൻ്റെ വേവ് ഞാൻ എല്ലാ വ്ളോഗിലും ബീഫ് ഐറ്റംസ് വരുന്ന വ്ളോഗിലൊക്കെ ഞാൻ പറയാറില്ലേ, ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 20 തൊട്ട് 25 വരെ അതിനുള്ളിൽ നമ്മൾ സിമ്മിലിട്ട് വെച്ചാൽ മതി. ബീഫ് നല്ല വേവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചക്കയും കൂടി ഇടണ കാരണം ഞാനൊരു 20 മിനിറ്റ് ആയപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു. പിന്നെ ചക്ക ഇട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 വലിയ സവാളയും തക്കാളി ഒരെണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് നമ്മുടെ വീട്ടിലെ താരം തന്നെ നാടൻ മുളകിനെ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില, പുതിനയില, അതൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ പൗഡേഴ്സുകളൊക്കെ ഇടാം. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പച്ചമുളകൊന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അത് കാരണം നമ്മുടെ നാടൻ മുളകാണ് 3 എടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉരുളി വെച്ച് കൊടുക്കാം കേട്ടോ. ഉരുളി നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇൻഗ്രീഡിയൻസ് സവാള ഒഴിച്ച് സവാളയും തക്കാളിയൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ട് കൊടുത്ത് അതേ ഒന്ന് വഴറ്റി എടുക്കണ ഒരു പരുവലി. അന്ന് ഓവർ മൊരിച്ചിലല്ല, പകുതി മൊരിച്ചിലാവുമ്പോൾ നമുക്ക് തക്കാളിയല്ല സവാള കുനുകുന അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില, പുതിനയില, പിന്നെ കറിവേപ്പില അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ വഴറ്റി വരുമ്പോൾ നമുക്ക് പൗഡേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം അതിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എരിവിനും കാര്യങ്ങൾക്കും അനുസരിച്ച് എരിവും മസാലയൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ആയി വന്നപ്പോൾ ഒരു തക്കാളി നമ്മൾ എടുത്ത് വെച്ചായിരുന്നില്ലേ, അത് കുനുകുന അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. മസാലയൊക്കെ പിടിച്ച് നല്ല വാടി തളർന്ന് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചാണ് ബീഫും ചക്കയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ബീഫുണ്ട് കേട്ടോ. ബീഫ് ഒളിച്ചിരിക്കുന്നുണ്ട്, വരുന്നുണ്ട് ഓരോരുത്തർ. അപ്പോൾ ഈ വെള്ളമില്ലേ, നമ്മൾ കുക്കറിലുള്ള വെള്ളം അത് അടക്കം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉരുളിയിലേക്ക്. അപ്പോൾ മസാലയൊക്കെ പിടിച്ച് തക്കാളിയൊക്കെ സോഫ്റ്റായി. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, കുക്കർ എടുത്ത് അങ്ങോട്ട് തട്ടുക, എന്നിട്ട് ഇളക്കി മറിച്ചൊരു പരുവാക്കി ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഫ്ലെയിം ഫുള്ളിൽ തന്നെ ഇട്ടിട്ട്
ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ അങ്ങനെ അതിൽ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഇളക്കി മറിച്ചെടുക്കുക. വെള്ളം വറ്റുന്നതോടുകൂടി കുറച്ച് നേരം പിന്നെ സിമ്മിലിട്ട് ഇങ്ങനെ വരട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തും ചക്കയും അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ കുറച്ച് നെയ്യുള്ള ഇറച്ചിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി മറിച്ച് സെറ്റാക്കി എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അച്ചൂസിനെ കൊണ്ടുവരാൻ അമ്മൂസും പപ്പയും, അമ്മൂസിന് പല്ലിൽ ക്ലിപ്പിട്ടുണ്ടല്ലോ, അത് ടൈറ്റ് ചെയ്യാൻ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അവളും പോയിട്ടുണ്ടായിരുന്നു പപ്പയുടെ കൂടെ അച്ചൂസിനെ കൊണ്ടുവരണം. അപ്പോൾ ഇവർക്ക് നമുക്ക് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ സിപ്പപ്പ്. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നല്ല ചൂട്ടത്ത് നിൽക്കല്ലേ, അപ്പോൾ അതൊക്കെ ഒരെണ്ണം കുടിക്കുമ്പോൾ ഒരവസ്ഥ നല്ല രസമല്ലേ. അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാനൊരെണ്ണം കുടിച്ചു. അപ്പോൾ അമ്മ അത് കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഓറഞ്ച് കളറിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് തപ്പി പിടിച്ചൊരു ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. അമ്മ ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതേ ഈ സമയത്തൊക്കെ നമ്മുടെ ബീഫും ചക്ക അവിടെ ഇരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇളക്കി മറിക്കണം, അതിലാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഇളക്കി മറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ എന്താ പറയുക പോത്തും ചക്കയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മുടെ തമ്പനയിലേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി വാരി വെതറിട്ട് കൊടുത്തിട്ടുണ്ട്. ജോജിയേട്ടാ, നമ്മുടെ ബീഫും ചക്കയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പോത്തും ചക്കയും. ചക്ക ഒന്നും അറിഞ്ഞിട്ടില്ലേ, പരീക്ഷനെ പഠിക്കായിരുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ലേ പാവം. അത് കഴിഞ്ഞല്ലേ ഇക്കൊല്ലം ആദ്യത്തെ പോത്തും ചക്കയും. അമ്മി ഇടുക ഗ്ലാസ് എടുക്കണ്ടാ, കട്ടൻ ചായ ഉണ്ട് കേട്ടാ. ഒന്നാ ടേസ്റ്റ് പറ. നല്ല ടേസ്റ്റ്. അതെ, ചക്കത്തിരി മൂപ്പ് കുറവുള്ള കാരണേ വിചാരിച്ചത്ര മൂപ്പായില്ലേ ചക്ക. അതിങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കണപ്പോ ഞങ്ങള് വേടിച്ച് മൂപ്പില്ല. ചേടാ കണ്ടപ്പോഴും നല്ല സൈസുണ്ട്. പക്ഷെ മൂപ്പ് കൂട്ടാൻ വെക്കണ മൂപ്പ് അല്ലേ, പഴുക്കാൻ പറ്റില്ല. അതിന് മുൻപ് ഒരു മൂപ്പ് വരില്ലേ അത്ര. ഉണ്ണിക്ക് പാല് വേണമെന്ന് പാല് കുടിച്ചതാ, പാല് കുടിച്ചതാ. ഇച്ചിരി അതാമിക്കുള്ളത് എരിവില്ലാത്തത്. പപ്പ പതുക്കെ ചെയ്യില്ല, പപ്പ പതുക്കെ അച്ചിട്ടാ അവനില്ലേ വേണ്ട നിനക്ക്. ഓ ചൂട് ചൂടോടുകൂടി തിന്നണം. ചെറിയ ചൂടുണ്ട് അതിന്റെ. അവള് ക്ലിപ്പ് ടൈറ്റ് ചെയ്യാൻ പോയിട്ടേ കല്ലിന്റെ അതിനുണ്ട്. സൂപ്പർ പറയുമ്പോ പറഞ്ഞാലല്ലേ തിന്നോട്ടോ. ഞാൻ കഴിച്ചോട്ടെ. ഇതെനിക്കല്ലോ ഒരെണ്ണം കട്ടൻ ചായയും ചൂടാ. നിങ്ങൾ കണ്ടില്ലേ എന്തോരം മുളക് പൊടി ഇട്ടൊന്ന് കണ്ട, അന്നത്തെ എരിവർക്ക്. മറ്റേ മുളക് ഇട്ടണ്ട നാടൻ മുളകല്ലേ, പിന്നെ അതില്ലാണ്ട് എന്താ ആഘോഷം. പിന്നെ ഇതിന് മുളക് പൊടി ഇടണേ. അത്ര എരിവൊന്നും ഇല്ലാട്ടോ, വെറുതെ പറയണ്ട. പിള്ളേർക്ക് പിന്നെ അരിവ് അടുത്തോട്ട് പോകാൻ പാടില്ലല്ലോ. ചക്ക മൂപ്പ് കുറവൊന്നും പറയാനല്ലേ. കറിക്ക് കൂട്ടാൻ വെക്കണത് ചായ എടുക്കണം. എനിക്ക് ചക്ക തിന്നാൻ കിട്ടിയില്ല. കൂട്ടാൻ ചക്ക എനിക്ക് വേണ്ട, ചക്ക വറക്കായിരുന്നു. വെക്കേഷനിൽ വറക്കാം. ആദ്യം പരീക്ഷ പഠനം കഴിഞ്ഞിട്ട് നമുക്ക്. ഞാനല്ലേ മമ്മിയല്ലേ പറഞ്ഞു. അതിന് എനിക്ക് ഹെൽപ്പ് വേണം, ഞാൻ തന്നെ വയ്യണ്ടോ. അതെ, കുറച്ച് മൂപ്പ് കുറവായിരുന്നേ. വെട്ടി പറക്കാൻ നല്ല യുദ്ധായിരുന്നു കേട്ടാ. ചേട്ടന് വറക്കണ ചേട്ടൻ പോയി ചക്ക കിട്ടുക ചെന്നിട്ട്. അതിന്റെ ഒപ്പം ഒരു കുട്ടി ചക്ക വീണിട്ടുണ്ട്. അത് നാളെ ഒന്ന് വെട്ടി പറിച്ചു തന്നോട്ടാ. വെട്ടി കഷ്ണങ്ങളൊക്കെ. ഇടിയൻ ചക്ക കിട്ടോ? ഇടിയൻ ചക്ക ഇടിയൻ ചക്ക
നമുക്ക് ഇടിയൻ്റെ ആളാ. ഇടിയൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ. സൂപ്പർ. എരിവുള്ളതൊക്കെ കഴിച്ചിട്ട് ഇത്തിരി കട്ടൻ ചായ അപ്പോൾ ഒന്നുകൂടിയും എരിവുകൾ. നല്ല ടേസ്റ്റ് തന്നെ അത്. പക്ഷേ നീ പെട്ടാ ടേസ്റ്റ് ആയിട്ട് കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പെടാ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഒന്നും പറയുന്നതല്ല കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞതാ ടേസ്റ്റ്. അപ്പോഴാ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് കാണാം നമുക്ക്. അപ്പോട്ടെ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം അല്ലേ. ബൈ.